നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല പോർക്ക് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇവിടെ കപ്പ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കപ്പ ജസ്റ്റ് ഫ്രോസൺ കപ്പയായിരുന്നു, ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മാത്രം മതി. ഇവിടെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ജസ്റ്റ് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ശകലം കറിവേപ്പില ഇടാം. തുള്ളി ചോപ്പ് ചെയ്തിടുകയാണ്. അതൊരു രണ്ടല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് വെച്ചോടും. പിന്നല്ല. ഇപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി മസാല അവസാനം മസാല. ഓക്കെ, മുളക് പൊടി ഏറ്റവും അവസാനം നീ കുറച്ച് പെപ്പർ കൂടി ഇട്ടേ. കുറച്ച് പെപ്പർ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പെപ്പർ വേണോ? പെപ്പർ കുറച്ചിട്ടോ. മറ്റേതിൽ പെപ്പർ ഇട്ടായിരുന്നോ? ആ മതി. അതൊരു ഒടുക്കത്തെ ഇടക്കായിപ്പോട്ടോ, കൂടുതലാണ്. കൂടുതലാണ്. ബ്രൗണായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ആദ്യമേ പട്ടയും മസാലയൊക്കെ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ പട്ടയ കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രൗണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പെപ്പർ നമ്മൾ ഓൾറെഡി മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റോ പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ, അതെ, ഇപ്പം നമ്മുടെ സ്റ്റാർ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ മസാലയ്ക്കകത്ത് സ്റ്റാർ ഷേപ്പിലുള്ള ഐറ്റമാണ്. അതിൻ്റെ മണം വരുന്നുണ്ട് ചൂടായപ്പോഴേക്കും. കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഇതിപ്പോൾ എന്തിനാ വേട്ടെ? ഇതിപ്പോൾ കരയാമ്പൂ. ആ, ജീരകവും കരയാമ്പൂ എന്തൊക്കെയോ അരി ഇടുന്നുണ്ട്. കരയാമ്പ് സെപ്പറേറ്റ് ഉണ്ടാവില്ലേ? എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഉള്ളതുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മൂക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ച് നന്നായിട്ട് എടുക്കണം. ഇനിയൊരു വേറൊരു സാധനം വെറൈറ്റി സാധനം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണക്ക ഇലയും അതിനകത്ത് പിന്നെ സാധനം കറുകപ്പട്ട ഇല. ആ, കറുകപ്പട്ട ഇല, ഉണക്ക ഇല, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മസാല എൻ്റെ ഒരു ജീരകമുണ്ട്. സ്വന്തമായിട്ടൊരു മസാല പോലും ഇല്ലാതെ കറി വയ്ക്കാൻ വന്നേക്കുക. നമ്മുടെ കപ്പ ഇവിടെ എല്ലാം സെറ്റാക്കി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ പത ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, തിളച്ച് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഏകദേശം വളർന്നു വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനകത്ത് പിന്നെ ഗരം മസാല, ശകലം ഗരം മസാല ഇടുന്നുണ്ട്. ഇത് നിന്റെ മുഖം കാണിക്കണോ? അപ്പോൾ ഇതോടെ ഒന്ന് സെറ്റാവട്ടെ. ഇപ്പോൾ മുളക് പൊടി, എടാ ഈ മുളക് പൊടി ഇട്. അതൊന്നും കട്ട് ചെയ്യുന്നില്ല, എല്ലാം ലൈവ് പോവുക. അപ്പോൾ നമ്മളിത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുകയാണ്. അത്രേ ഉള്ളൂ. അതെ അതെ. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് വറുത്തിരിക്കുകയാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കും. തണുത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കും. അപ്പോൾ കൈസ്, അപ്പം നമ്മൾ വറുത്ത തേങ്ങ നമ്മളിത് അരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, വറുത്ത് അരച്ച സാധനം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് ഉരവത്തിലായിരിക്കുക. ഓക്കെ, ഇനി ബാക്കി സവാള, വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെ വഴറ്റുന്ന പരിപാടിയുണ്ട്. പോർക്കിപ്പം വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഗ്യാസ് കഴിയാണ്. ഈ പോർക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഹലോ. അപ്പോൾ അടുത്ത് നമ്മൾ മസാല വഴറ്റാനുള്ള പരിപാടിക്ക് പോവുകയാണ്. ഹലോ. നമ്മുടെ കപ്പ, കിഴങ്ങ് അല്ലെങ്കിൽ ചീനി, ഇത് നല്ല സെറ്റായിട്ട് കടുകൊക്കെ വറുത്ത് നല്ല സെറ്റായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച സാധനം അതിനകത്ത് വെച്ച് നല്ല ടേസ്റ്റ് വരുമായിരിക്കുകയാണ്. അപ്പോൾ ഈ പോർക്കിൻ്റെ കുറച്ച് ഫാറ്റും കൂടെ നമ്മൾ അതിനകത്ത് ഒഴിക്കാൻ പോവാം. നെയ്യോ കുഴപ്പമില്ല. ഫാറ്റും കൂടെ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. വേവിച്ച് പോർക്ക് നമ്മൾ ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും എല്ലാ ടേസ്റ്റ് നോക്കുന്നുണ്ട്.